ഓം നമോ നാരായണായ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. നാരായണീയം ദശകം 13 ശ്ലോകം 6. തദശൂലങ്കാല പ്രതിമരുഷിദൈത്യേ വിസൃജതി ത്വയി ചിന്തത്യേന കരകലിതചക്രപ്രഹരണാത് സമാരുഷ്ടോ മുഷ്ട്യാ സകലു വിദുദം സ്വാം സമതനോത് ഗളന്മായേ മായാ ത്വയി കില ജഗന്മോഹനകരീഹി. പദം. തത ശൂലം കാല പ്രതിമ ഋഷി ദൈത്യേ വിസൃജതി ത്വയി ചിന്തതി യേന കര കലിത ചക്ര പ്രഹരണാത് സമാരുഷ്ടഃ മുഷ്ട്യാ സഹ ഖലു വിദുദൻ ത്വാം സമതനോത് ഗളത് മായേ മായാ ത്വയി കില ജഗൻ മോഹന കരീം. അർത്ഥം: അപ്പോൾ കാലനെ പോലെ ദുഷ്ടനായ ഹിരണ്യാക്ഷൻ ശൂലമെടുത്ത് എതിരിട്ടപ്പോൾ അവിടുന്ന് കയ്യിലിരിക്കുന്ന സുദർശനം കൊണ്ട് പ്രഹരിച്ച് അത് ഛിന്ന ഭിന്നമാക്കി. അതുകൊണ്ട് പൂർവാധികം രോഷം കൊണ്ട അസുരൻ മുഷ്ടികൊണ്ട് അങ്ങയെ വേദനിപ്പിച്ചു. മായാവിഹീനനായ അങ്ങയുടെ നേരെ വിശ്വസമ്മോഹനമായ മായാപ്രയോഗങ്ങൾ ചെയ്ത അവൻ്റെ വിഡ്ഢിത്തം അതിശയകരമാണ്. ശ്ലോകം 7. ഭവചക്രജ്യോതിഷ്കണലവനിപാതേന വിദുദേ തതോ മായാചക്രേ വിതതകനരോഷാന്തമനസം ഗരിഷ്ടാഭിർമുഷ്ടി പ്രകൃതിഭ്യഭിജ്ഞന്തമസുരം സ്വപാദാങ്കുഷ്ടേന ശ്രവണപദമൂലേ നിരവധീഹി. പദം. ഭവത് ചക്ര ജ്യോതി കണലവ നിപാതേന വിദുദേ തത മായാചക്രേ വിതത ഖന രോഷ അന്ധ മനസം ഗരിഷ്ടാഭി മുഷ്ടി പ്രകൃതിഭിഃ അഭിജ്ഞന്തം അസുരം സ്വപാദ അങ്കുഷ്ടേന ശ്രവണപദമൂലേ നിരവധി. അർത്ഥം: സുദർശന ചക്രത്തിൻ്റെ ദിവ്യ ജ്യോതിസിൻ്റെ അല്പം അംശം മൂലം അസുരൻ്റെ മായകളെല്ലാം ഫലവിഹീനങ്ങളായി. ആ സമയം ക്രോധാധിക്യത്താൽ വിവേകരഹിതനായി മുഷ്ടി ചുരുട്ടി അങ്ങേ ഇടിക്കുന്ന അവൻ്റെ ചെകിട്ടത്ത് കനത്ത കൈകൊണ്ട് അങ്ങ് അടിക്കുകയും ചെയ്തു. ശ്ലോകം 8. മഹാകായ സോയം തവ ചരണപാദ പ്രമദിതോ ഗളദ്രക്തോ വക്ത്രാത് അവത ഋഷിഭിശ്ലാഘിത ഹരിഹി തഥാ ത്വാമുദ്ദാമ പ്രമദഭരവിദ്യോതി ഹൃദയ മുനീന്ദ്രാസാന്ദ്രാഭിസ്തുതിഭിരനുവൻ അധ്വരതനും. പദം. മഹാകായ സ അയം തവ ചരണപാദപ്രമദിതഃ ഗളദ്രക്ത വക്ത്രാത് അപതത് ഋഷിഭിഃ ശ്ലാഘിത ഹദിഹി തഥാ ത്വാം ഉദ്ദാമ പ്രമദ ഭര വിദ്യോതി ഹൃദയഃ മുനീന്ദ്രാ സാന്ദ്രാഭി സ്തുതിഭിഃ അനുവൻ അധ്വര തനും. അർത്ഥം: മഹാശരീരിയായ അവൻ താമരപ്പൂ പോലെ മനോഹരമായ അങ്ങയുടെ കൈകൊണ്ട് അടിയേറ്റ് മഹർഷിമാർ ആ അടിയെ സ്തുതിച്ചുകൊണ്ടിരിക്കെ വായിൽ നിന്ന് രക്തമൊഴുകി നിലംപതിച്ചു. അപ്പോൾ ആനന്ദാതിരേകത്താൽ പ്രഫുല്ല മാനസരായി തീർന്ന മുനിവര്യന്മാർ യജ്ഞസ്വരൂപനെ അങ്ങയെ ഉറക്കെ വാഴ്ത്തി സ്തുതിച്ചു. ശ്ലോകം 9. ത്വയി ഛന്ദോരോമസ്വപി കുശഗണചക്ഷുഷി കൃതം ചതുർഹോദാരോഘ്രൗ സൃഗപി വദനേ ചോദരയിട ഗൃഹാജിഹ്വായാം ദേ പരപുരുഷകർണേ ച ചമസ വിഭോ സോമോ വീര്യം വരദഗളദേശേऽപ്യുപസദഃ. പദം. ത്വജി ചന്ദ രോമസു അപി കുശ് ഗണഃ ചക്ഷുഷി കൃതം ചതുർഹോദാരഃ അംഘ്രൗ സൃഗ് അഭി വദനേ ച ഉദരേ ഇട ഗ്രഹാ ജിഹ്വായാം തേ പര
പുരുഷ കർണേ ച ചമസ വിഭോ സോമ വീര്യം വരദ ഗള ദേശേ അഭി ഉപസദഃ. അർത്ഥം: പരമപുരുഷനായ മഹാവിഷ്ണു, യജ്ഞാംശങ്ങൾ അങ്ങയുടെ ശരീര അവയവങ്ങളാണ്. ത്വക്കിൽ ഛന്ദസ്സുകളും രോമങ്ങളിൽ കുശപ്പുല്ലും കണ്ണുകളിൽ നെയ്യും നിറഞ്ഞിരിക്കുന്നു. കാലുകളിൽ 4 ഹോതാക്കളും വദനത്തിൽ ഹോമപാത്രവും സ്ഥിതി ചെയ്യുന്നു. പുരോടാംശം സൂക്ഷിക്കുന്ന പാത്രമാണ് അങ്ങയുടെ ഉദരം. നാവിൽ സോമരസപാത്രങ്ങളും കർണങ്ങളിൽ ഹൂതശേഷവും രേതസിൽ സോമരസവും നിറഞ്ഞിരിക്കുന്നു. ഹേ വിഭോ, ഹേ വരദ, അങ്ങയുടെ കണ്ഠദേശം ഉപസത്തുക്കളുടെ സ്ഥാനമാണ്. ശ്ലോകം 10. മുനീന്ദ്രൈത്യാദിസ്തവനമുഹുരൈർമോദിതമനാ മഹീയസ്യാമൂർത്യാ വിമലതരകീർത്യാ ച വിലസൻ സ്വതിഷ്ണം സംപ്രാപ്ത സുഖരസവിഹാരീ മധുരിവോ നിരുന്ധ്യാരോഗം മേ സകലമഭിവാദാലയപദേ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. പദം: മുനീന്ദ്രൈ ഇതി ആദി സ്തവന മുഹുരൈ മോദിത മനാഹ മഹീയസ്യ മൂർത്തിയ വിമല തരകീർത്തിയ ച വിലസൻ സ്വതിഷ്ണ്യം സംപ്രാപ്ത സുഖരസവിഹാരി മധുരിവോ നിരുന്ധ്യ രോഗം മേ സകലം അഭി വാദ ആലയ പദേ. അർത്ഥം: മുനീന്ദ്രന്മാരുടെ സ്തുതിവചനങ്ങൾ കേട്ട് സന്തുഷ്ടമാനസനായ അങ്ങ് വലിയ ശരീരത്തോടും പവിത്രമായ കീർത്തിയോടും കൂടി പ്രശോഭിക്കുന്നവരായി സ്വവാസസ്ഥാനത്ത് എത്തിച്ചേർന്നു. ആ വൈകുണ്ഠത്തിൽ സുഖാമൃതം ആസ്വദിച്ച് വിഹരിക്കുന്ന ഗുരുവായൂരപ്പ, എൻ്റെ എല്ലാ രോഗപീഠകളെയും നശിപ്പിക്കണമേ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നിർത്തട്ടെ. ഹരി ഓം തത്സത്.